പ്രിയ സുഹൃത്തുക്കളെ, കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് കഴിഞ്ഞ ദിനത്തിൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന സംഭവം വേദനിപ്പിക്കാത്തവരാരുമില്ല. നമ്മ എല്ലാവരും ഒരുപാട് വലിയ വിഷമമുളവാക്കി. തിരുവനന്തപുരം തുഴമലയ്ക്കൽ പുതുക്കുളങ്ങര ചാലക്കാട് തടത്തരികത്ത് വീട്ടിൽ നിതിൻ രാജിൻ്റെ അച്ഛൻ YL രാജ്, അമ്മ CR ലത, പാവപ്പെട്ടവർ. അച്ഛനാണെങ്കിൽ പെയിൻറ്റിങ് കാരന്, കൂലിപ്പണി. പുഴുത്ത പട്ടി എന്നാണ് വകുപ്പ് മേധാവി ഡോക്ടർ MK റാം ഈ കൊച്ചനെ വിളിച്ചിരുന്നത്. പുഴുത്ത പട്ടി. നിറത്തിൻ്റെ പേരിലും പിതാവിൻ്റെ തൊഴിലിൻ്റെ പേരിലും മാത്രമല്ല ജാതി അധിക്ഷേപം. അദ്ദേഹത്തിൻ്റെ അമ്മ രോഗിയായി ആശുപത്രി ചികിത്സയിലേക്ക് ലോൺ എടുത്തതിൻ്റെ പേരിലും പരിഹാസം. സ്റ്റാഫ് മുറിയിൽ വെച്ച് തന്നെ റാഗിങ്, പുറത്തിറങ്ങിയ കാലും കൈയും വെട്ടുമെന്ന് വരെ. ആരുടെയാ? അധ്യാപകൻ്റെ ഭീഷണിയാ. നോക്കി നമ്മൾ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പോക്കേ. ഗുരുവിൻ്റെ ദൗത്യം എവിടെ പോയി? പ്രാക്ടിക്കൽ പരീക്ഷയെ മനഃപൂർവ്വം തോൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, കുറച്ചു കാലത്തൊക്കെ തൊട്ട് മുമ്പ് തന്നെ പൂവക്കോട്ട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ആ കൊച്ചിനെ ഇട്ട് മാറ്റി ചവസനാക്കി. ഭയങ്കര ക്രൂരതയായിരുന്നു. കഠിനമായ വർഗീയ വിദ്വേഷം നിതിൻ രാജിന് ഹോസ്റ്റലിൽ മുറി ഉണ്ടായിട്ടും അദ്ദേഹത്തിന് കൊടുത്തത് സിക്രൂം. സമാന വേദന അനുഭവിച്ച സിദ്ധാർത്ഥൻ്റെ അമ്മ MR ഷീബ നിതിൻ രാജിൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ എത്തിയത് വളരെ വികാരനിർഭരമായ ഒരു രംഗമായിരുന്നു. സുഹൃത്തുക്കളെ, ഇതുപോലുള്ള സംഭവങ്ങൾ ഭാരതത്തിലെ ഏറ്റവും വിദ്യാഭ്യാസപരമായ കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജാതി ഭീകരത എത്ര ഭയങ്കരമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടോ ഈ ജാതി ചിന്ത? അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിൽ നിരക്ഷരകുട്ടികളുടെയും ദളിതരുടെയും ആദിവാസികളുടെയൊക്കെ കൂടായ വടക്കേ ഇന്ത്യയിൽ അരങ്ങേറുന്നത് എന്തായിരിക്കും? ഇവിടെ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ മീഡിയ ഉണ്ട്. ആ മീഡിയയെ ആർക്കും തടയാനൊന്നും പറ്റില്ല. അവരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ അവതരിപ്പിക്കും. ചിലപ്പോൾ അവരുടേതായ നിറം കലർത്തി എന്നൊക്കെ വരും. പക്ഷേ ഇതൊന്നും സാധ്യമല്ലാത്ത, അതിനൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത, അടിമത്തം മാത്രം നിലനിൽക്കുന്ന വടക്കേ ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ സംഭവിക്കുക എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ മറവിൽ പാവങ്ങൾക്ക് വിദ്യാഭ്യാസവും അഭയവും നൽകുന്ന ക്രൈസ്തവ മിഷണന്മാരെ പീഡിപ്പിക്കുന്നതിൻ്റെ രഹസ്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇത് മതപരിവർത്തനമൊന്നുമല്ല അവരുടെ പ്രശ്നം. ഒരു മതത്തോടും വലിയ താല്പര്യമുള്ളവരുമല്ലിത്. ഇത് 12% വരുന്ന അപ്പർ ക്ലാസിൻ്റെ ഡോമിനേഷനെ തകർന്നു പോകുന്നു. വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ കയറി വരുന്നു ദളിതരും ആദിവാസികളും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജന്മവ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുക. മനുഷ്യൻ അവൻ്റെ അന്തസ്സിനെക്കുറിച്ച് അഭിമാന ബോധ്യമുണ്ടാകുന്നു വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ അടിമപ്പണിക്ക് ഇവർക്ക് ആളെ കിട്ടാണ്ടാകുന്നു. അതിനാ വിദ്യാഭ്യാസം നൽകുന്ന ഏജൻസി അങ്ങനെയുള്ളവരെ നിലക്ക് നിർത്തണം, അവരെ തടയണം, അവർ ചെയ്യുന്ന അവരുടെ സമൂഹത്തിനെ അധിക്ഷേപിക്കണം, അവരെ വെറുക്കപ്പെട്ടവരാക്കി മാറ്റണം. ഇതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കും. വടക്കേ ഇന്ത്യയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരങ്ങളിൽ ഒരു അഡ്വക്കേറ്റുമായിട്ട് സംഭാഷിച്ച വിവരം ഒരിക്കലും പറഞ്ഞു എന്ന് കരുതുക. ഒരു വലിയ PIPക്കുള്ള വിരുന്നിൽ അത്താഴത്തിന് പങ്കെടുത്തപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന അഡ്വക്കേറ്റ് ഞാൻ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് ആക്ച്വലി, വാട്ട് ഇസ് ഹാപ്പനിങ് അറൗണ്ട് സെമിനാരിയ ചുറ്റുപാടിൽ ഭയങ്കരമായ ഈ പാവപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ അത് കണ്ടു തന്നെ മനസ്സും അടുത്തു. ഇതെല്ലാം കന്നുകാലിന് പറയാൻ നടക്കും. ഒരെണ്ണത്തിന് വിദ്യാഭ്യാസം കൊടുക്കുകയില്ല. രഹസ്യമായിട്ടെങ്കിലും വിളിച്ചു വെച്ച് അല്പം വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് വിചാരിച്ച സെമിനാരിക്കെതിരെ മതപരിവർത്തന കേന്ദ്രം, ഏഷ്യയിലെ ഏറ്റവും വലിയ മതപരിവർത്തന കേന്ദ്രം എന്ന് പറയും, ബാനറും കെട്ടി അവസാനം അവൻ്റെ റെക്ടറെയൊക്കെ അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ ഉണ്ടായി. നമ്മൾ ഓർക്കുന്നില്ലേ? വസ്തുതിന് പിന്നിലെ കാര്യം അടിമപ്പണിക്ക് ആളെ കിട്ടുന്നില്ല. ഇതാണ് പ്രശ്നം. അത് മാത്രമല്ല,
ദളിതർക്ക് ഭരണഘടനയ്ക്ക് പകരമായി അവകാശമായി അതിനനുസൃതമായ അവകാശം ലഭിക്കുന്ന സംവരണ സീറ്റുകളിലേക്കെല്ലാം വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ഈ ദളിതരും ആദിവാസികളും കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണ്ടുകാലങ്ങളിൽ ഇവർക്ക് അനുവദിച്ചിരുന്ന കോട്ടായിലേക്ക് അപേക്ഷ പോലും സമർപ്പിക്കാൻ ആളില്ല, അതിനകത്ത് അറിവില്ലായിരുന്നു. ഇപ്പോഴാണ് എന്നാ സംഭവിക്കുന്നത്, എല്ലാ കോട്ടകളും ഫില്ല് ചെയ്യുന്ന മാത്രമല്ല ജനറൽ കാറ്റഗറിയിലും അവർ മെറിറ്റ് അനുസരിച്ച് കയറി വരുന്നുണ്ട്. ഇപ്പം തമ്പ്രാക്കന്മാരുടെ മുകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഈ ഭൂരിപക്ഷം വരുന്ന ദളിതർ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥ ആലോചിച്ച് നോക്കി ഇവർ എന്തും ചെയ്യും. മാർക്കെതിരായി എങ്ങനെയും അടച്ചു പൊട്ടിക്കാൻ നോക്കും. FCR എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നതിന് പിമ്പിലെ രഹസ്യരൊക്കത്തിനെ വേറൊന്നുമല്ല. ഇതിനകത്ത് വലിയ നേതാക്കന്മാരൊക്കെ പഠിച്ച ക്രൈസ്തവ സ്ഥാപനങ്ങളാണ്. പിന്നെ എന്തിനാ അവർ ഇതിനെ എതിർക്കുന്നത്? അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി മേലിൽ വിദ്യാഭ്യാസം അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഒരിക്കലും അറിയാതെ പറഞ്ഞു പോയി. ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഞാൻ അടച്ചു പൂട്ടിക്കുമെന്ന്. എല്ലാവരെയും ബാധിക്കുന്നതല്ല ഈ FCR എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പം ചോദിക്കാൻ ജോലി ചെയ്താൽ ഇങ്ങനെയൊക്കെ ഈ പ്രസ്താവനകളൊക്കെ നടത്തിയ ആൾക്കാർ അവരെ നിയമം കൊണ്ട് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള വെല്ലുവിളികൾ അവർക്ക് ഇവരൊക്കെ ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിദ്യാഭ്യാസം ലഭിച്ചത് ഇവിടെ നിന്നാ? അത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്. ഇപ്പം കേരളത്തിൽ പോലും കൂലിപ്പണിക്ക് ആളെ കിട്ടാമായിരുന്നില്ലേ? വീട്ടുവിലയ്ക്ക് ആളെ കിട്ടുന്നില്ല മലയാളികൾക്ക്. ഒത്തിരി വിഷമിക്കുന്നുമില്ലേ? മക്കളെല്ലാം വിദേശങ്ങളിലാണ്, പണമൊക്കെ ധാരാളമുണ്ട്, പക്ഷെ പ്രായമായവരെ നോക്കാൻ ആളില്ല, അതിനാളിനെ കിട്ടാനില്ല. ഈ കിട്ടിയാലും 30,000 രൂപ വരെ ശമ്പളം കൊടുക്കണം. എന്താ കാരണം? കേരളത്തിൽ വിദ്യാഭ്യാസം വഴി കുലത്തൊഴിലുകൾ ഇല്ലാണ്ടായി, ഈ അടിമപ്പണി ഇല്ലാണ്ടായെന്ന്. അതുകൊണ്ട് നിരന്തരം ബുദ്ധിമുട്ടുന്നവർക്ക് ദിവസക്കൂലിക്ക് തൊഴിലുറപ്പുള്ള പദ്ധതിയും കൊണ്ടുവന്നിരിക്കുന്ന സർക്കാർ, തൊഴിലുറപ്പ് പദ്ധതി. അപ്പം ഇതിനൊക്കെ കേന്ദ്ര ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പണം വടക്കേ ഇന്ത്യയിൽ ഇതിനൊക്കെ പണം വരുമല്ലോ. തൊഴിലുറപ്പ് പദ്ധതിക്ക് കോടിക്കണക്കിന് പണം വരുമല്ലോ. അത് മുഴുവൻ ഈ ഇടനിലക്കാരനെ അടിച്ചു മാറ്റിയാണ് ഇവിടെ നേരിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഈ റാണി മരിയായെ കുത്തിക്കൊന്നതിൻ്റെ പിമ്പിലെ കാര്യം ഇത് തന്നെയാണ്. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേരിട്ട് വാങ്ങിച്ച് സിസ്റ്റം നേരിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. 51 കുത്തിയാണ് കൊന്നത്. ഇത്ര ഭീകരമായ ഈ മിഷണറി വിദ്വേഷം എന്ന് പറയുന്നത്. അത് മതപ്പറ്റ നിരോധന നിയമത്തിൻ്റെ പേരിൽ സംഘപരിവാർ എത്ര സ്ഥലങ്ങളിൽ എത്ര പള്ളി പൊളിച്ചു, എത്ര ക്രൈസ്തവരെ പീഡിപ്പിച്ചു, എന്തുമാത്രം മർദ്ദനങ്ങൾ നടത്തി, പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചു, എത്ര പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുക. കഴിഞ്ഞ ആഴ്ചയിലും. ഇപ്പം മതപ്പറ്റ നിരോധന നിയമം എന്ന് പറയുന്നത് എന്തെങ്കിലും വെച്ചുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കും. ബൈബിൾ വായിച്ചു പ്രശ്നമായി, മതപരിവർത്തനത്തിന് പ്രേരണയായി. അല്ലെങ്കിൽ വേണ്ട, ബൈബിൾ കൈവശം വെച്ചു, അതുകൊണ്ട് വൈദികരും സന്യസ്തരൊക്കെ സഭാവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുന്നു. അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കേരളത്തിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഭാഗം കേരളത്തിലേക്കും വരുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ തന്നെ ഹിജാബ് പ്രശ്നം വന്നപ്പോഴേ സന്യാസിനികളുടെ ആ വലിയ വസ്ത്രത്തെ ഔദ്യോഗിക വസ്ത്രത്തെയൊക്കെ പരസ്യമായിട്ട് പരിഹസിച്ച വമ്പന്മാർ ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ചിന്ത ഇവിടെ സ്വാധീനിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയും കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇവിടെ എങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ നാവെടുത്ത ക്രൈസ്തവ മിഷണർമാർ ചെയ്യുന്ന നന്മയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പറയാൻ തുടങ്ങുന്നത് എന്താ? അതെല്ലാം മുതലെടുപ്പായിരുന്നു, അതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ ജീവൻ പണയം വെച്ച് ഇവിടെ വന്ന് പ്രവർത്തിച്ച മിഷണറിമാരാണ് ഈ മലയാളത്തിൻ്റെ ഭാഷയ്ക്കൊക്കെ നിഘണ്ടൊക്കെ ഉണ്ടാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തിച്ചു. എന്നിട്ട് അതൊക്കെ മതപരിവർത്തനത്തിനായിരുന്നെന്നും. അപ്പം അതുകൊണ്ട് അന്ന് ഈ പറയുന്ന അപ്പർ ക്ലാസ് കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അവിടെ അന്ന് അപ്പർ ക്ലാസ് കുട്ടികൾ മാത്രമാണ് പള്ളിക്കൂടത്തിൽ വന്നുകൊണ്ടിരുന്നത്. മറ്റുള്ളവർക്ക് പള്ളിക്കൂടത്തിൽ വിടാനായിട്ടുള്ള അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് മിഷണറിമാർ ചെയ്യുന്ന വലിയ കാര്യമായിട്ട് അന്ന് വടക്കേണ്ടി കരുതിയിരുന്നു. ഇപ്പോഴത്തെ മിഷണറി സാന്നിധ്യം കൊണ്ട് എല്ലാ വിഭാഗങ്ങളും സ്കൂളിലേക്ക് എത്തുകയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ വ്യത്യസ്ത ജാതിക്കാരെ, ഉയർന്നവരെയും താഴ്ന്നവരെയും ഒക്കെ ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയതെന്ന ചാവറയത്തിൻ്റെ വിദ്യാഭ്യാസ വിപ്ലവത്തോടു കൂടിയാണ്. ഇന്ന് ക്രൈസ്തവരെ നേരെ നിന്ന് ആക്രോശിക്കുന്നവരൊക്കെ പഴയകാല ചരിത്രം നോക്കിയാൽ അറിയാം.
അവരുടെയൊക്കെ കാരണവന്മാരെ പഠിപ്പിച്ച് വിട്ടത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്ന്. അതിനാൽ നിതിൻ രാജിൻ്റെ മരണം പോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇതൊരു ഒന്നും രണ്ടൊന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് സാക്ഷര കേരളം ഇതിനെ സജ്ജമാക്കേണ്ടതാണ്. ഇങ്ങോട്ട് ഈ അലയടി, വർഗീയ വിദ്വേഷത്തിൻ്റെ ആ വലിയ അലയടി ഇത് കടന്നു വരുന്ന സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം വഴി ഏത് പാവപ്പെട്ടവനും ഉയർന്ന തസ്തിയിൽ എത്താൻ കഴിയും. അതാണ് പ്രത്യേകത. IAS എടുക്കാൻ പറ്റും. അടുക്കളക്കാരി പെണ്ണിൻ്റെ മകൾ IFS എടുത്തു ഈയിടയിൽ. അപ്പം അതുകൊണ്ട് ഏത് നില എത്താൻ കഴിയും. അപ്പോൾ ജാതിചിന്ത വെച്ച് അളക്കാൻ ഒരുമ്പിയാൽ അത് ശരിയാവുകയില്ല. അപ്പം മാനവികതയുടെ മാനങ്ങളാണ് മനുഷ്യഹൃദയങ്ങളിൽ വളർന്നു വരുന്നത്. നമുക്കിവിടെ ഈ ഒരു വിഷയം ഒരു വിചിന്തനത്തിൻ്റെ വിഷയമായിട്ട് എടുക്കാൻ കഴിയണം. അതായത് ഈ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ വരുന്ന മനോഭാവമാണ് ഇപ്പോൾ ഉള്ളിൽ കിടക്കുന്നത്. അത് എല്ലാ തലങ്ങളിലും ഉള്ളതുപോലെ തന്നെ സാക്ഷര കേരളത്തെയും സ്വാധീനിക്കാൻ ഇടയുണ്ട്, സ്വാധീനിക്കുന്നുമുണ്ട്. ചില ഉന്നത സ്ഥാനീയരായിട്ട് ആയിരുന്ന ആൾക്കാർക്ക് ഇപ്പം വാദം സംസാരിക്കുക കേട്ടാൽ ആ പടെ അന്തിച്ചെത്തുമ്പോൾ ഈ ആൾ തന്നെയാണോ പണ്ട് പ്രസംഗിച്ച് നടന്നിരുന്നത് തോന്നിപ്പോവും. അതുപോലെ നിതിൻ രാജിൻ്റെ പ്രശ്നത്തിൽ വളരെ ഗൗരവമായ രീതിയിൽ സർക്കാർ ഇടപെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.